പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ വചനപ്രഘോഷ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹല്ലേലൂയ. നാം ഇന്ന് ധ്യാനിക്കുന്ന പത്രോസിനെ രൂപാന്തരപ്പെടുത്തുന്ന ഉദ്ധിതനായ കർത്താവ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 36-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. ശിമയോൻ പത്രോസ് ചോദിച്ചു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നു? തമ്പുരാൻ്റെ പത്രോസ് ചോദിക്കുക, നീ എവിടേക്കാണ് പോണേന്ന്. സ്വാഭാവികമായിട്ടും ഞങ്ങളും കൂടെ വരാമെന്നൊക്കെ പറയുവാൻ വേണ്ടി ആയിരിക്കും. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കിപ്പോൾ എന്നോടൊപ്പം വരാൻ പറ്റുന്ന അവസ്ഥയല്ല, എന്നാൽ നീ വരും പിന്നീട്. ലൂക്കാ സുവിശേഷം 22-ാം അധ്യായം 32-ാം വാക്യത്തിൽ നാം ഇതിൻ്റെ ഭാഗമായിട്ട് കാണുന്നത്, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. അപ്പോൾ നീ എപ്പോഴാണ് എന്നെ അനുഗമിക്കുവാൻ യോഗ്യനാകുന്ന വ്യക്തിയായി മാറുന്നത്? തിരിച്ചു വന്ന് എൻ്റെ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തി അവരെ കൊണ്ടുവരുമ്പോഴാണ്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യത്തിൽ വായിക്കുന്നു, എൻ്റെ ആടുകളെ മേയ്ക്ക എന്ന് കർത്താവ് പറഞ്ഞുകൊണ്ട് ആടുകളാകുന്ന തൻ്റെ ശിഷ്യന്മാരെ ചേർത്ത് വെച്ച് നയിക്കുന്ന ഒരവസ്ഥയിലേക്ക് പത്രോസ് വളരുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ഈ ധ്യാന വിഷയമായി നാം കാണുന്നത് പഴയ പത്രോസും പുതിയ പത്രോസാണ്. പഴയ പത്രോസ് എപ്രകാരമാണ് പുതിയ പത്രോസായി മാറ്റപ്പെടുന്നതും ദൈവമായ കർത്താവ് എങ്ങനെയാണ് പത്രോസിനെ രൂപപ്പെടുത്തുന്നതും രൂപാന്തരപ്പെടുത്തുന്നതും നാം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എങ്കിൽ ഈ ശുശ്രൂഷയുടെ ആദ്യ ഭാഗത്ത് ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ചുകൊണ്ട് ഈ ശുശ്രൂഷയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവമേ, നിന്നോട് കൂടെയായി വചനത്തിന് അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ഈ മണിക്കൂറുകളിലൂടെ കടന്നു പോകാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം പങ്കുവയ്ക്കുന്ന എനിക്കും വചനം ശ്രവിക്കുന്ന എല്ലാ മക്കൾക്കും അഭിഷേകം പ്രദാനം ചെയ്യണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പഴയ പത്രോസിന്റെ അവസ്ഥ തിരിച്ചറിയാൻ ഒരു സംഭവം മാത്രം എടുത്ത് നമുക്ക് ധ്യാനിക്കാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ പത്രോസിന്റെ അവസ്ഥ എങ്ങനെയാണെന്നും പത്രോസ് എങ്ങനെയാണ് പഴയ അവസ്ഥയുടെ കടന്നുപോയെന്നും തിരിച്ചറിയുവാൻ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 22-ഉം 23-ഉം വാക്യം. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. നമുക്കറിയാം, പത്രോസ് തൻ്റെ ചിന്തയിൽ മാത്രം ഒതുങ്ങി ജീവിക്കുന്ന വ്യക്തി, തൻ്റെതായ ചില സ്വപ്നങ്ങൾ ജീവിക്കുന്ന വ്യക്തി, ചില മോഹങ്ങളും ആഗ്രഹങ്ങളും വെച്ച് ജീവിക്കുന്ന പത്രോസ്. ഈ പത്രോസ് അവൻ്റെ പച്ചയായ സ്വഭാവം വെളിപ്പെടുത്തുന്ന സംഭവമാണ് മത്തായി സുവിശേഷം 16-ാം അധ്യായം വിശ്വാസ പ്രഖ്യാപനം കാണുന്നുണ്ട്. യേശു ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെ കേസറിയ ഫിലിപ്പി പ്രദേശത്തേക്ക് ശിഷ്യന്മാരും കൊണ്ടുപോയിട്ട് ചോദിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട് താൻ ആരെന്ന് തിരിച്ചറിയാൻ വേണ്ടി ശിഷ്യന്മാരെ ഒരുക്കിയിട്ട് പത്രോസ്, ശിഷ്യപ്രമുഖനായ പത്രോസ് പറയുന്ന കാര്യമുണ്ട്, നീ ജീവിക്കുന്ന കർത്താവായ പിതാവിൻ്റെ പുത്രനാണ്. അത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ തമ്പുരാൻ പറയുന്നുണ്ട്, പത്രോസേ, നീ ഇപ്പോൾ പറഞ്ഞത് ശരിയാ, പക്ഷേ അത് നിന്റെ ബുദ്ധിയിൽ നിന്നും വന്നതല്ല, എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ്. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ പീഡാസഹനത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും പത്രോസിനോട് ശിഷ്യന്മാരും കർത്താവ് പറയുന്നുണ്ട്. അപ്പോഴാണ് പത്രോസിൻ്റെ തനി സ്വഭാവം പറയുന്നത്. പീഡാസഹനത്തെക്കുറിച്ച് പ്രവചനം നടത്തിയപ്പോൾ ഇതാ ജെറുസലേമിലേക്ക് പോവുകയാണെന്നും
അവിടെ വെച്ച് വധിക്കപ്പെടുമെന്നും എല്ലാം പറഞ്ഞപ്പോൾ പത്രോസിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതാണ് കാണുന്നത് 22ഉം 21 വാക്യത്തിൽ തമ്പുരാനോട് പത്രോസ് പറയാ, നീ പോണ്ട, നിനക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നൊക്കെ സ്വാഭാവികമാണ് പത്രോസ് പറഞ്ഞു. അപ്പോൾ കർത്താവ് പത്രോസിനെ വിളിക്കുന്നുണ്ട് സാത്താനെ. സാത്താൻ അർത്ഥമാക്കുന്നത് മാർഗത്തിന് തടസ്സം നിൽക്കുന്ന വ്യക്തി എന്നാണ്. അപ്പോൾ തൻ്റെ ദൗത്യത്തിന്, കുരിശുമരണത്തിന് തടസ്സം നിന്ന, തൻ്റെ സഹനത്തോട് ചേർന്ന് ചിന്തിക്കാൻ പറ്റാത്ത ഒരു പത്രോസിനെയാണ് തമ്പുരാൻ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് പറഞ്ഞു, സാത്താനെ നീ മാറ്. പ്രിയമുള്ളവരെ, വീണ്ടും നമ്മൾ കാണുന്നുണ്ട് തമ്പുരാന്റെ പത്രോസ് പറയുന്നുണ്ട്, ആര് നിന്നെ ഉപേക്ഷിച്ചാലും, നിനക്ക് വേണ്ടി മരിക്കേണ്ടി വന്നാൽ പോലും ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. പിന്നീട് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, പത്രോസ് പ്രധാന ആചാര്യന്റെ വസതിയിൽ വെച്ച് തള്ളി പറയുന്നുണ്ട്. പത്രോസ് അവൻ്റെ പച്ചയ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഒത്തിരി കാര്യം നമുക്കറിയാം. ദൈവാത്മാവിൻ്റെ അഭിഷേകത്തോട് പറയുന്ന സന്ദർഭത്തല്ലാത്ത എല്ലാ അവസ്ഥയും മണ്ടത്തരങ്ങൾ മാത്രം പറയുന്ന പത്രോസാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ പത്രോസ് രൂപാന്തരം പ്രാപിച്ചുകൊണ്ട് പുതിയ വ്യക്തിയായി മാറുന്നു. നമ്മളതാണ് ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. പത്രോസ്ലീഹായുടെ ഈ രൂപാന്തരത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് കോഴി കൂവുന്ന സന്ദർഭം, തമ്പുരാൻ പറഞ്ഞ വാക്ക്, ആ സമയത്ത് സ്വാഭാവികമായിട്ടും തൻ്റെ ഗുരുവിനോടുള്ള വിശ്വസ്ത കാണിക്കുവാൻ വേണ്ടിയായിട്ടാണ് പത്രോസ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല എന്ന്. എന്നാൽ അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥയിൽ അവൻ്റെ ബലഹീനത പത്രോസ് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. തള്ളിപ്പറയുന്നു 3 തവണ. ഈ ഒരു അവസ്ഥയിൽ തമ്പുരാൻ നോക്കുന്നു. അവൻ്റെ നോട്ടം, തമ്പുരാൻ ഒരു ഒറ്റ നോട്ടം, ആ നോട്ടം അവൻ്റെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറുന്ന ഒരവസ്ഥയാകുന്നു. പുറത്തു പോയി മനംതൊന്ന് കരയുന്ന പത്രോസിനെ നാം കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ തുടങ്ങി തീർച്ചയായിട്ടും മാനസാന്തത്തിൻ്റെ അവസ്ഥയുടെ ആരംഭം. ഓരോ ഘട്ടത്തിലൂടെയും പത്രോസിനെ കർത്താവ് കൊണ്ടുപോകുന്നു. പൂർണ്ണമായി മാറുന്ന പത്രോസ് സ്വയം പ്രസാദിപ്പിക്കുന്നില്ല, തന്നെ തന്നെ ഉയർത്തുന്നില്ല, തന്നിൽ വിശ്വസിക്കാതെ തമ്പുരാനിൽ വിശ്വസിക്കുന്നു. സ്വാർത്ഥം അന്വേഷിക്കാത്ത പത്രോസ്, നിരന്തരം കുഴപ്പത്തിൽ വീഴുന്ന പത്രോസ്, എന്നാൽ സധൈര്യം വിശ്വാസത്തോടുകൂടി മുന്നേറുന്ന പത്രോസ് നാം കാണുന്നുണ്ട്. സഹനത്തിന് പുതിയ കാഴ്ചപ്പാട് പങ്കുവെക്കുന്ന പത്രോസിനെ നാം കാണുന്നുണ്ട്. പത്രോസിലെ മാറ്റം നാം ധ്യാനിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 27 വരെ വാക്യങ്ങളിൽ തൻ്റെ യഥാർത്ഥ ശിഷ്യൻ ആരെന്ന് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. യഥാർത്ഥ ശിഷ്യൻ എന്ന് പറയുന്നത് തന്നെത്താൻ പരിത്യജിക്കുന്ന ഒന്നാണെന്നും കുരിശെടുത്ത് പിൻചെല്ലുന്ന ഒരു വ്യക്തിയാണെന്നും തമ്പുരാൻ പറയുമ്പോൾ, ഈ സഹനത്തോടുള്ള പത്രോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് യേശു തന്നെ പങ്കുവയ്ക്കുന്നുണ്ട്. മാറ്റം വന്ന പത്രോസ് എങ്ങനെയാണ് കുരിശിനോടുള്ള സമീപനം എന്ന് പറയുവാൻ വേണ്ടി പത്രോസിൻ്റെ ഭാവിയെക്കുറിച്ച് കർത്താവ് പറയുക. സഹനത്തോടുള്ള പത്രോസിൻ്റെ അവസ്ഥയിൽ വന്ന മാറ്റത്താൽ പത്രോസിൻ ജീവിത അവസാനം എങ്ങനെയാണെന്ന് തമ്പുരാൻ തന്നെ പറയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 18-ഉം 19-ലൂടെ തമ്പുരാൻ വെളിപ്പെടുത്തുകയാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം മരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ, അതായത് പത്രോസിൻ്റെ അവസാന കാലഘട്ടത്തിൽ, നീ നിന്റെ കൈ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇവിടെ അർത്ഥമാക്കുന്നത്, പത്രോസ് തൻ്റെ 2 ലേഖനങ്ങൾ എഴുതി കഴിയുമ്പോൾ
മരണം സ്വീകരിക്കുന്ന അവസ്ഥയുണ്ട്. നീറോ ചക്രവർത്തിയുടെ അതിക്രൂരമാമതം മതപീഡന സമയത്ത് പത്രോസിനെ തല കീഴായി കുരിശിത്തറച്ചു കൊന്നു എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, യഥാർത്ഥ ശിഷ്യനായി തന്നെ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് സ്വയം പരിത്യജിച്ചുകൊണ്ട് കുരിശെടുത്ത് പിന്നാലെ വരുന്നവനാണ് തമ്പുരാൻ്റെ ശിഷ്യനെന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ വചനം അക്ഷരാർത്ഥത്തിൽ നീ ഭാവിയിൽ നിന്റെ ജീവിതത്തിന് അവസാനം നിറവേറ്റുമെന്ന് കർത്താവ് പറയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പത്രോസിൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ അവനെ രൂപാന്തരപ്പെടുത്തിയെന്ന് നാം ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ രണ്ട് കാര്യമാണ് നാം ധ്യാനിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, പത്രോസിൻ്റെ വിശ്വാസം. രണ്ട്, പത്രോസ് സഹനത്തോട് കാണിച്ച മനോഭാവം, അല്ലെങ്കിൽ സഹനത്തിന് പുതിയ കാഴ്ചപ്പാട് നൽകി പത്രോസ് യഥാർത്ഥ ശിഷ്യനാണെന്ന് വെളിപ്പെടുത്തുകയാണ്. പത്രോസിൻ്റെ മാറ്റം വന്ന ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം പത്രോസിൻ്റെ വിശ്വാസത്തിനു വേണ്ടിയുള്ള ജീവിതത്തെ നാം കാണുകയാണ്. പത്രോസിൻ്റെ പഴയ അവസ്ഥയിൽ നാം മറക്കരുത്. പ്രധാന പുരോഹിതൻ്റെ വീട്ടിൽ വെച്ച് 3 പേരോട് 3 തവണ തള്ളിപ്പറഞ്ഞ പത്രോസ് തീ കായുന്ന നിമിഷങ്ങളിൽ പത്രോസിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നീ നസ്രായനായ യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണെന്നും നീ ശിഷ്യനാണെന്നും പറഞ്ഞപ്പോൾ ഒരു ജാളിതയും കൂടാതെ, അപ്പുറമായിട്ടും ഒരു മനോവിഷമം കൂടാതെ രക്ഷപ്പെടാൻ വേണ്ടി, ജീവന് വേണ്ടി, അതാണ് പ്രിയമുള്ളവരെ, സ്വന്തം ജീവന് വേണ്ടി തമ്പുരാനെ തള്ളിപ്പറഞ്ഞു. നിങ്ങൾ എന്നതാ പറയുന്നത്, ഞാൻ അറിയത്ത് പോലുമില്ല എന്ന് പറഞ്ഞു. ഈ പത്രോസ് പെന്തക്കോസ്ത അനുഭവത്തിന് ശേഷം നാം കാണുന്നത്, പ്രത്യേകിച്ച് സുവിശേഷത്തിൽ പത്രോസിൻ്റെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ജീവിതം നാം കാണുന്നില്ലെങ്കിലും അപ്പോസ്തല പ്രവർത്തനത്തിൽ ഈ പത്രോസിൻ്റെ ധൈര്യം നാം കാണുന്നുണ്ട്. പത്രോസിൻ്റെ ധൈര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കരുത്. പ്രധാന പുരോഹിതൻ്റെ വസതിയിൽ വെച്ച് 3 പേരെ മുന്നിലെ സ്വജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ഒരു സഹോദരിയുടെയും 2 സഹോദരന്മാരെ മുന്നിൽ വെച്ച് ഈശോ തള്ളി പറഞ്ഞു. തള്ളി പറയുന്ന കാര്യം കർത്താവ് പറയുകയും ചെയ്തു. ഓർക്കുക, തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ പത്രോസും അവരോടൊപ്പം ചേരുന്നു. അപ്പോഴാണ് ആദ്യം സഹോദരി ഒന്ന് പറഞ്ഞു, നീ അവനോട് കൂടെ ഉണ്ടായിരുന്നവനാ. വീണ്ടും 2 സഹോദരന്മാർ പറഞ്ഞു, നിന്നെ അവനോടൊപ്പം ഞങ്ങളും കണ്ടിരുന്നല്ലോ. ഉടനെ തന്നെ പേടിച്ചുകൊണ്ട് മനസ്സിന് ഒരു വിഷമമില്ലാതെ ഫീലുമായിക്കൊണ്ട് പത്രോസ് പറയുന്നുണ്ട്, നിങ്ങൾ എന്നതാ പറയണമെന്ന് അറിയത്തില്ല. ആ പത്രോസ് പെന്തക്കോസ്ത അനുഭവത്തിന് ശേഷം എന്തോ ഒരു ധൈര്യത്തോടു കൂടിയാണ് ഈ തമ്പുരാനെ, അവളുടെ വിശ്വാസം മരണത്തെ പോലും ഭയപ്പെടാതെ പറയുന്ന അവസ്ഥ കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം പത്രോസ് യോഹന്നാനും സംഘത്തിന് മുമ്പിൽ എത്തുന്നു. ഈ പത്രോസും കൂട്ടുകാരും കൂടി ഒരു രോഗി സൗഖ്യം കൊടുത്തു. അത് ഭയങ്കരമായിട്ട് യഹൂദ പ്രമാണികൾക്കും ഫരിസേർക്കും അസ്വസ്ഥയുണ്ടായി. ഉടനെ തന്നെ ഇവരെ ബന്ധിക്കുന്നു, കാരാഗൃഹത്തിൽ സൂക്ഷിക്കുന്നു. പിറ്റേ ദിവസം അധികാരികളും പ്രമാണികളും നിയമജ്ഞരും ഒരുമിച്ച് ചേർന്നു. എന്നിട്ട് അവർ മധ്യയിൽ പത്രോസ് യോഹന്നാൻ നിർത്തി. എന്ന് ചോദിക്കുന്നുണ്ട് 7-ാം വാക്യം, അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 7-ാം വാക്യം. എന്തധികാരത്തിലാണ് അഥവാ ആദ്യ നാമത്തിലാണ് നിങ്ങൾ ഇത് പ്രവർത്തിക്കുന്നത്? പത്രോസ് ധൈര്യത്തോടെ പറഞ്ഞു, ഭരണാധികാരെ, ജനപ്രമാണികളെ, ഒരു രോഗിക്ക് ഞങ്ങൾ ചെയ്ത ഒരു സൽപ്രവൃത്തിയെക്കുറിച്ച് എന്തു മാർഗം ഉപയോഗിച്ചെന്ന് ഞങ്ങൾ ആ മനുഷ്യനെ സുഖപ്പെടുത്തിയതിനെ കുറിച്ചാണ് ഞങ്ങൾ ഇന്നുവരെ വിചാരണ ചെയ്യപ്പെടുകയെന്നെങ്കിൽ പറയാണ്. നിങ്ങൾ എത്ര ധൈര്യത്തോടു കൂടി, പത്രോസ് പറയുന്നു, നിങ്ങൾ കുരിശിൽ തറച്ച് കൊല്ലുകയും
മരിച്ചവരെയും ഉയർപ്പിക്കുകയും ചെയ്ത നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലാണ് ഈ സുഖം പ്രാപിച്ചത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. യേശു ദൗത്യത്തെക്കുറിച്ച് അറിയിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ് ഞാൻ. ആ യേശുവിനെ ഞങ്ങൾ പ്രഘോഷിക്കും, പ്രഖ്യാപിക്കും, ഏറ്റുപറയും. അവന്റെ നാമത്തിൽ വീണ്ടും വീണ്ടും അത്ഭുതം ചെയ്യുന്ന പറയുന്നത്. വീണ്ടും എന്തൊരു ധൈര്യം ഈ 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. പത്രോസ് ഈ പ്രധാന പുരോഹിതന്മാരും ബാക്കി എല്ലാവരും പറയാം, മുഖത്ത് നോക്കി പറഞ്ഞു, വീട് പണിക്കാരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു, ആ കല്ലാണ് യേശു. അപ്പൊ നിങ്ങൾ തള്ളിക്കളഞ്ഞില്ലേ, അത് പ്രധാന മൂലക്കല്ല. എന്നിട്ട് പറയാ മറ്റൊരുവിലും രക്ഷയില്ല. ധൈര്യത്തോടെ പറയാ നിങ്ങൾ ചെയ്ത തെറ്റാണത്. എന്നിട്ട് യഥാർത്ഥ വിശ്വാസത്തെ കുറിച്ച് ധൈര്യപൂർവ്വം പറയുന്ന പത്രോസിനെ കാണുക. 12-ാം വാക്യത്തിൽ പറയുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റു നാമം നൽകപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എങ്ങനെ ഒരു സഹിക്കും? കൊടുത്തു പത്രോസിനും കൂട്ടുകാർക്കും പിറ്റേ ദിവസമൊക്കെ വിളിച്ചു പറയുന്നുണ്ട് 12-ാം വാക്യത്തില്, അവരെ വിളിച്ച് യേശുവിന്റെ നാമത്തിൽ യാതൊന്നും സംസാരിക്കുകയോ പഠിപ്പിക്കുകയോ അരുതെന്ന് കൽപ്പിച്ചു. പത്രോസും യോഹന്നാനും അവരോട് മറുപടി പറഞ്ഞു, ദൈവത്തെക്കാൾ ഉപരി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ ന്യായമാണോ? നിങ്ങൾ തന്നെ വിധിക്കുവിൻ. എന്താ പത്രോസ് പറഞ്ഞത്? നിങ്ങൾ എത്ര വർദ്ധിച്ചാലും എന്നാ ചെയ്താലും ഞങ്ങൾ യേശുക്രിസ്തുവിനെ പ്രഖ്യാപിക്കും, പ്രഘോഷിക്കും, ഏറ്റുപറയും. ഈ ലോകത്തില് വേറെ രക്ഷകനില്ല എന്ന് പറയുകയും ചെയ്യും. അവരെ മുഖത്ത് നോക്കി പറഞ്ഞു. പറയ മാത്രമല്ല, പത്രോസ് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോഴൊക്കെ ഇതിങ്ങളെ മർദ്ദിക്കുന്നുണ്ട്, എന്തെല്ലാം തരത്തിലൊരു ദേഹോദ്രം ഏൽപ്പിക്കുന്നുണ്ട്. അതിലൊക്കെ ആ പീഡനത്തിൽ സന്തോഷിച്ചുകൊണ്ടാണ് പത്രോസും കൂട്ടുകാരും പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരാഗൃഹത്തിൽ നിന്ന് മാലാഖ രക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയിൽ പോയി ഒളിക്കുകയോ നേരത്തെ പോലെ ഭയത്തോടെ വാതിലടച്ചിരിക്കുകയോ അല്ല ചെയ്യുന്നത്. നേരെ വചനം പ്രഘോഷിക്കുകയാണ് ചെയ്തത്. ഇവരെ കാരാഗൃഹത്തിലടച്ച നിയമജ്ഞരും ഫരിസേയരും പ്രധാന പുരോഹിതരും എന്നാ ചെയ്യുന്നു വിചാരിച്ചിരുന്ന് മീറ്റിംഗ് കൂടിയപ്പോൾ ഇപ്പറേ കാരാഗൃഹത്തിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് അവര് ഒരു ഭയമില്ലാതെ ദൈവത്തെ പ്രഘോഷിക്കുന്നു. വിശ്വാസത്തെ പ്രതി അനുഭവിക്കുന്ന പീഡകളെ കുറിച്ച് പത്രോസ് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 41-ാം വാക്യം, അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുന്നിൽ നിന്നും പുറത്തുപോയി. പ്രൈസ് ദി ലോർഡ്. ഇതാണ് പ്രിയമുള്ളവരെ മാറ്റം വന്ന പത്രോസിന്റെ വിശ്വാസത്തിന്റെ സാക്ഷ്യം. രണ്ടാമത് പ്രിയമുള്ളവരെ, സഹനത്തോടുള്ള പത്രോസിന്റെ കാഴ്ചപ്പാട് തിരിച്ചറിയണമെങ്കിൽ തമ്പുരാൻ ജെറൂസലേമിലേക്ക് പോകുന്ന ആ വാർത്ത പങ്കുവച്ചപ്പോൾ സഹനത്തെ മുടക്കിയ പത്രോസ് ഇവിടെ കാണുകയാണ്. പത്രോസ് എഴുതിയ 2 ലേഖനങ്ങളിൽ ആദ്യത്തെ ലേഖനം മുഴുവനും സഹനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. പത്രോസ് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 5 അധ്യായം മുഴുവനും സഹനത്തെക്കുറിച്ച് മാത്രം പത്രോസ് പങ്കുവയ്ക്കുക. ആദ്യത്തെ അധ്യായത്തിൽ 6 മുതൽ ഉള്ള വാക്യങ്ങളിൽ പത്രോസ് പറയാണത് സഹനം ദൈവഹിതമാണ്. ഈ സഹനത്തിലൂടെ നമ്മെയും നമ്മുടെ വിശ്വാസത്തെയും കർത്താവ് വിശുദ്ധീകരിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് തരുന്ന ഒരു കാര്യമായിട്ട് സഹനത്തെ പത്രോസ് കാണുകയാണ്. 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ 2-ാം അധ്യായം 20-ാം വാക്യത്തിൽ സഹനത്തെക്കുറിച്ച് പത്രോസിന്റെ വാക്യപ്രകാരമാണ്, തെറ്റു ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് മഹത്വമാണുള്ളത്.
നീ ചെയ്ത പ്രവൃത്തിക്ക് ശിക്ഷ കിട്ടുന്നു, അതിൽ മഹാത്മ്യമൊന്നുമില്ല. എങ്കിൽ വീണ്ടും പത്രോസ് പറയാ, നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡന സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. അതുകൊണ്ട് എന്നാ ചെയ്യണം? പത്രോസ് പറയാണ്, 2:19 അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിത്തതയോടെ വേദനകൾ ക്ഷമാപൂർവ്വം സഹിച്ചാൽ അത് അനുഗ്രഹമായി മാറും. അപ്പോൾ സഹനം, കുരിശ് പത്രോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ ഒരു ചാനലാണെന്നാണ് പത്രോസ് പറയുന്നത്. ഈ പത്രോസിൻ്റെ കാഴ്ചപ്പാട് 3-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 14-ാം വാക്യത്തിൽ പത്രോസ് പറയാണ്, നീതിക്ക് വേണ്ടി കഷ്ടത സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അപ്പോൾ സഹിക്കുക അതൊരു ഭാഗ്യമായിട്ടാണ് പത്രോസ് കരുതുന്നത്. അവിടെ ഭീഷണി നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ അസ്വസ്ഥരാകുകയും വേണ്ട. തമ്പുരാനെ പ്രതി എത്രമാത്രം പീഡകളും ഭയപ്പാടിലും കടന്നു പോകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. അത് ഒരു അനുഗ്രഹമായിട്ടാണ് പത്രോസിനെ കാണുന്നത്. ഇങ്ങനെ മാത്രമല്ല, 5-ാം വാക്യത്തിൽ പറയാണ്, ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ പൂജിക്കുവിൻ. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കുവിൻ. കർത്താവ് പറയാണ്, ഇങ്ങനെ നിങ്ങൾ സഹിക്ക നിമിത്തമായിട്ട് മറ്റു മക്കൾക്ക് സഹനത്തെക്കുറിച്ചുള്ള വലിയൊരു സാക്ഷ്യമായി മാറുമെന്നും അവരെ രക്ഷയിലേക്ക് അടുപ്പിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും സഹനം നിമിത്തമാവെന്ന് നമ്മുടെ പത്രോസിലെ പറയുക. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1 മുതൽ 4 വാക്യങ്ങൾ പത്രോസ് സഹിക്കുന്ന വ്യക്തിയെക്കുറിച്ച് മനോഹരമായി പറയും മാത്രമല്ല സഹിക്കാൻ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുകയാണത്. 4-ാം അധ്യായം 12 മുതൽ 14 വാക്യങ്ങൾ നമുക്ക് കാണുന്നത് സഹനം അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒന്നല്ല, മറിച്ച് ദൈവം നമുക്ക് തരുന്നതാ. അതിനെപ്പറ്റി സന്തോഷിക്കാനാണ് പത്രോസിലെ പറയുന്നത്. പ്രിയമുള്ളവരെ, 5-ാം അധ്യായത്തിൽ കടന്നു വരുമ്പോൾ 9-ാം വാക്യത്തിൽ പറയാണ്, വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെ എതിർക്കുവിൻ. ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നെന്ന് അറിയുകയും ചെയ്യുക. പ്രിയമുള്ളവരെ, ഞാൻ സഹിക്കുമ്പോൾ അത് ലോകത്തിലുള്ള എല്ലാ വിശ്വാസികൾക്കും മാതൃകയാണ് എൻ്റെ സഹനമെന്ന്. അടുത്ത വാക്യത്തിൽ പറയാണ്, ഇങ്ങനെ സഹിക്കുന്ന നമുക്ക് ദൈവം നിത്യസമ്മാനം തരുമെന്നും ഈ നിത്യസമ്മാനം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് പത്രോസ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. സഹനം വേണ്ടാന്ന് പറഞ്ഞ് ഓടി ഒളിക്കാൻ നോക്കിയ പത്രോസാണ് ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിൽ സഹനത്തെക്കുറിച്ച് പുതിയ കാഴ്ചപ്പാട് പത്രോസ് പങ്കുവെക്കുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പത്രോസ് ജീവിതത്തിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്ന ഒത്തിരി കാര്യങ്ങൾ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു. ഒരു കാര്യം നാം വിസ്മരിക്കരുത്, നാം ഏതവസ്ഥയിലാണെങ്കിലും ആ അവസ്ഥയിലേക്ക് തമ്പുരാൻ കടന്നു വന്നുകൊണ്ട് തമ്പുരാനെ ചേർത്ത് നിർത്തുമ്പോൾ തമ്പുരാനോട് ജീവിക്കുന്ന വ്യക്തികളെ തമ്പുരാൻ മാറ്റും. ഒപ്പം തന്നെ എത്ര അഭിഷേകത്തിലും അനുഗ്രഹത്തോടും കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും തിന്മയുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പത്രോസ് പറയുന്നൊരു കാര്യം എത്ര മനോഹരമാണ്. പത്രോസ് ജീവിതത്തിൻ്റെ ആകെ തുകയെന്ന് നാം തിരിച്ചറിയുന്നത്. ഇന്നലെ പത്രോസ് എന്ത് വേണ്ടാന്ന് വെച്ചോ അതിനെ വളരെ സ്നേഹത്തോടു കൂടി ആഗ്രഹത്തോടു കൂടി അതിനെ സ്വീകരിക്കുന്ന പത്രോസിനെ കാണുന്നത്. അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായം 41-42 വാക്യങ്ങൾ അതാണ് പത്രോസ് പറയുന്നത്. യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്നും പുറത്തുപോയി. കണ്ടോ, യേശുവിൻ്റെ സഹനത്തിൽ പങ്കാളിലാകുന്നത് ഏറ്റവും സന്തോഷമായി കരുതിക്കൊണ്ട് സന്തോഷം തിരിച്ചുപോയി. എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ച് ഭവനം തോറും ചെന്നും യേശു ക്രിസ്തു എന്നെ പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല. ഏത് സഹനമാണെങ്കിലും ഏതവസ്ഥയാണെങ്കിലും കർത്താവിനെ പങ്കുവയ്ക്കുവാനും യേശുവിനെ മറ്റു മക്കളുമായി പങ്കുവയ്ക്കാനും ഒരിക്കലും അവർ വിരമിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 5:17 ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. പത്രോസ് ജീവിതത്തിലെ ഏറ്റവും അന്വർത്ഥമായ ഒരു കാര്യമാണ്. പഴയത് കടന്നുപോയി,
പുതിയത് വന്നു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഇതുപോലെ തന്നെ എന്നെയും കർത്താവ് എൻ്റെ പഴയ ചെയ്തികളോടുകൂടി പൂർണ്ണമായി വിശുദ്ധീകരിച്ചുകൊണ്ട് പുതിയതിനെ സ്വീകരിക്കുവാൻ കർത്താവിനെ ഒരുക്കും. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇങ്ങനെ പുതിയ വ്യക്തിയായി ക്രിസ്തുവിൽ നമ്മൾ മാറ്റപ്പെടുമ്പോൾ പത്രോസിനോടൊപ്പം പൗലോസിനൊപ്പം നമുക്ക് പറയാൻ സാധിക്കും, ഗലാത്യ 2:20, ഞാൻ ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത് ആണ്. പ്രിയമുള്ളവരെ, ഈ ഒരു അഭിഷേകത്തെ നിമിഷത്തിൽ പൂർണ്ണമായി മാറ്റപ്പെട്ട അവസ്ഥയിൽ എനിക്ക് പറയാൻ സാധിക്കണം, ഇനിമേൽ ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. അപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ പറയുമ്പോൾ ഞാൻ തമ്പുരാൻ്റെ പറയും, ശിഷ്ടമായ ജീവിതം നിനക്ക് വേണ്ടിയാണ്, നിന്റെ രാജ്യത്തിന് വേണ്ടിയാണ്. ഈ നവീകരിക്കപ്പെട്ട മാറ്റപ്പെട്ട ജീവിതത്തിൽ ഞാൻ സധൈര്യം എൻ്റെ വാക്കിലൂടെയും എൻ്റെ പ്രവൃത്തിയും ഞാൻ പ്രഖ്യാപിക്കും. ഫിലിപ്പിയർ 1:21 പറയുന്ന പോലെ, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവും അത്രേ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയുടെ കടന്നുപോയപ്പോൾ തീർച്ചയായിട്ടും പത്രോസിനെ പോലെ എൻ്റെ ഇന്നലകൾ എന്തുമാണെങ്കിലും അതിനപ്പുറമായിട്ടും തമ്പുരാൻ്റെ സ്പർശനത്താൽ പുതിയ വ്യക്തിയായി ജീവിച്ച പത്രോസിനെ പോലെ എനിക്കും ജീവിക്കാൻ സാധിക്കും. തമ്പുരാൻ എന്നെയും രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം പൗലോസ്ലിയെ പോലെ നമുക്ക് പറയാൻ സാധിക്കണം, എനിക്ക് ജീവിതം ക്രിസ്തുവാണ്, മരണം നേട്ടമത്രേ. എല്ലാ മക്കളും കർത്താവ് അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്.